അതികഠിനമായ വേനലിലൂടെയാണ് കഴിഞ്ഞ മാസങ്ങളിൽ കേരളം കടന്നുപോയത്. പേരിനൊരു മഴയെങ്കിലും പെയ്തെങ്കിലെന്ന് ആശിക്കാത്തവരില്ലായിരുന്നു. അല്പം വൈകിയാണെങ്കിലും മഴയെത്തി. എന്നാൽ വലിയൊരു ദുരന്തവും കൊണ്ടാണ് മഴയെത്തിയത്. 2018 മഹാപ്രളയത്തിന് ശേഷം മഴക്കാലം ഭീതിയുടെയും ദുരന്തത്തിൻ്റെയും കാലമായി മാറിയിരിക്കുന്നു. 2019 മുതൽ ഉരുൾപൊട്ടൽ എല്ലാ വർഷവും പതിവാണ്. പുത്തുമല, കവളപ്പാറ, പെട്ടിമുടി, കൂട്ടിക്കൽ, കൊക്കയാർ, ഇപ്പോൾ നിരവധി പേരുടെ ജീവനെടുത്ത വയനാട്ടിലെ ഉരുൾപൊട്ടലിനും കൂടി കേരളം സാക്ഷിയായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾക്ക് കേരളം തുടർച്ചയായി സാക്ഷിയാകുന്നത്? കേരളത്തിലെ 13% ഭൂപ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്നതായി അടുത്തിടെ പഠനങ്ങൾ പുറത്തു വന്നിരുന്നു. മിഷിഗൺ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയുമായി ചേർന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസസ് ആണ് പഠനം നടത്തിയത്. 2018 പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത 3.46% ഉയർത്തിയതായും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. കനത്ത മഴ പെയ്യുമ്പോൾ സംഭരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും. ഭൂഗർഭജലത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കും. ഈ മർദ്ദത്തിൻ്റെ ഫലമായാണ് വെള്ളം പുറത്തേക്ക് ശക്തിയിൽ കുതിച്ചൊഴുകുന്നത്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും തമ്മിൽ സാങ്കേതികമായ ചില മാറ്റങ്ങളുണ്ട്. പ്രായോഗികമായി രണ്ടിലും സംഭവിക്കുന്നത് മണ്ണും കല്ലും വെള്ളവും കൂടി താഴേക്ക് ഒഴുകി വരികയാണ്. പ്രളയം പോലെ പതുക്കെ സംഭവിക്കുന്ന പ്രതിഭാസമല്ല ഉരുൾപൊട്ടൽ. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ നൽകുക അത്ര എളുപ്പമല്ല. ചിലർ തലമുറകളായി ഒരേ കുന്നിൻ്റെ താഴെ താമസിക്കുന്നവരായിരിക്കും. വർഷങ്ങളോളം മഴക്കാലത്ത് ഒരു കുഴപ്പമില്ലായിരുന്ന പ്രദേശമാകാം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കാനും സാധ്യതയില്ല. 10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചിലിൻ്റെ സാധ്യത കൂടുതലുള്ളത്. 2 കിലോമീറ്റർ ചുറ്റളവിൽ എന്തെങ്കിലും ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണെങ്കിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യൻ്റെ അശാസ്ത്രീയമായ പ്രകൃതിയോടുള്ള ഇടപെടലാണ് ഉരുൾപൊട്ടലിന് പ്രധാന കാരണം. കേരളത്തിൽ 95% ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വനനശീകരണം, അശാസ്ത്രീയമായ വനവൽക്കരണവും ഉരുൾപൊട്ടലിന് വഴിവെക്കും. മലഞ്ചരിവുകളിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചും വനനശീകരണം തടഞ്ഞും ഉരുൾപൊട്ടലിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ അനുഭവപ്പെടുന്നത് ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലും നേപ്പാളിലുമാണ്.